ധരാലിയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗോത്രിയിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 10 പേരടക്കം 22 മലയാളികളും സുരക്ഷിതരായി മടങ്ങി. ഗംഗോത്രിയിൽ നിന്ന് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിലാണ് ഇവരെ ഉത്തരകാശിയിൽ എത്തിച്ചത്. 4 ദിവസം ദുരന്തമുഖത്ത് അകപ്പെട്ടു പോയതിന്റെ ആഘാതം ഇവരെ വിട്ടുപോയിട്ടില്ല. ഗംഗോത്രി ദർശനം കഴിഞ്ഞ് 22 മലയാളികളുടെ സംഘം മടങ്ങും വഴി നിമിഷങ്ങളുടെ മാത്രം അകലത്തിലാണ് ധരാലി ഗ്രാമത്തെ ഉരുളെടുത്തത്. ഗംഗോത്രി പ്രദേശം ഒറ്റപ്പെട്ടു. മൊബൈൽ സിഗ്നലുകളും വൈദ്യുതിയും നിലച്ചു. പിന്നെ ആശങ്കയുടെ മണിക്കൂറുകൾ. വെറും പുഴ മാത്രമേ ഉള്ളൂ. കുറെ ഒരു കാറൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര കാണാൻ വയ്യ. നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് അത്. ഈ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് മാത്രം ഒരുപാട് അങ്ങോട്ട് നദിയിലേക്ക് അങ്ങോട്ട് പോയി. ഗംഗോത്രി ഫ്ലാറ്റായി. വീട്ടിലെ സാറ്റലൈറ്റ് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയ പിന്നെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ പിന്നെ അപ്പോൾ നമ്പറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇൻഫർമേഷൻ കൊടുത്തു. ഫോണൊക്കെ ഓഫായിരുന്നു. പിന്നെ അവിടെ സാറ്റലൈറ്റ് മിലിറ്ററി ക്യാമ്പിൽ പോയിട്ട് സാറ്റലൈറ്റ് വൈഫൈ ചെയ്ത് അന്നേരം മോന് മെസ്സേജ് ചെയ്യാൻ പറ്റിയത്. സഞ്ചരിച്ചിരുന്ന ബസ് ഇപ്പോഴും ഗംഗോത്രിയിൽ കുടുങ്ങിയതിനാൽ മറ്റൊരു വാഹനത്തിൽ തീർത്ഥയാത്ര തുടർന്ന് നേരത്തെ നിശ്ചയിച്ച പ്രകാരം 13-ന് തന്നെ നാടുകളിലേക്ക് മടങ്ങാനാണ് ഇവരുടെ തീരുമാനം. ഉത്തരകാശിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.